Hello guys, welcome to plus 2 accountancy. It's me Habiba over here. So ഇന്ന് ഞാൻ വന്നത് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് ആയിട്ടാണ് അല്ലെ. നിങ്ങൾക്കറിയാം ഈ ഒരു ടോപ്പിക് നമ്മൾ അഡ്മിഷനിലും പഠിക്കുന്നുണ്ട്, പിന്നെ എവിടെ പഠിക്കുന്നത്, റിട്ടയർമെന്റിലും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്എ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിസ് ആണ് എന്ത്, ഈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം തന്നെ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പഠിക്കാം. എന്താ റീവാലുവേഷൻ അക്കൗണ്ട്? നമ്മുടെ കമ്പനിയിലെ കയ്യിലുള്ള അസറ്റും ലയബിലിറ്റിനെയും ഒന്ന് റീവാല്യൂ ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ട്? പുതിയ ഒരാളെ അഡ്മിഷൻ വരുമ്പോഴോ ഒരു റിട്ടയർമെന്റ് വരുമ്പോഴോ ശരിയായ പ്രോഫിറ്റും ലോസും പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. എല്ലാ നെഗറ്റീവും ഡിഗ്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, എല്ലാ നെഗറ്റീവ്സും നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുക. എല്ലാ പോസിറ്റീവും എവിടെ മെൻഷൻ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലും മെൻഷൻ ചെയ്യുക. എല്ലാ നെഗറ്റീവുകളും എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ കമ്പനിയിലെ അസറ്റ് കുറഞ്ഞു, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ് അല്ലെ. ലയബിലിറ്റി കൂടി, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ ലയബിലിറ്റി കുറഞ്ഞു, എന്താണ്, പോസിറ്റീവ് ആണ്. ലയബിലിറ്റി അസറ്റ് കൂടി, എന്താണ്, പോസിറ്റീവ് ആണ്. സോ എല്ലാ നെഗറ്റീവിനെയും എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുക. എല്ലാ പോസിറ്റീവിനെയും ക്രെഡിറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതിനാണ് നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് റീവാലുവേഷൻ ക്വസ്റ്റ്യൻ മാത്രം വരുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വരാം. ഗിവൻ ബിലോ ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഹു എന്റർഡ് ഇൻ ദ carrying on partnership business. So answer 2:1 റേഷ്യോയിൽ എന്തായിട്ടുണ്ട്, അവരൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. സോ ദിസ് ഇസ് എ ബാലൻസ് ഷീറ്റ്. ഇത്രയും അസറ്റും കാര്യങ്ങളും ആണ് അവരെ കൈമേലുള്ളത്. എന്തിലേക്കാണ് ചേഞ്ചസ് വന്നത് എന്നുള്ളതാണ് എന്തുള്ളത്, താഴെ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തത്. സി വിൽ ബ്രിങ് 1 lakh has his capital and 50,000 as his share of goodwill, 1/4 in the given below. Okay, plant is to be appreciated by 1,20,000. So which means പ്ലാന്റിന്റെ മുകളിൽ എന്തുണ്ട്, ഒരു അപ്രിസിയേഷൻ ഉണ്ട്. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെത് കൂടിയിട്ടുണ്ട്. ആൻഡ് ദ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ടു ബി അപ്രിസിയേറ്റഡ് ബൈ 10%. വാല്യൂ ഓഫ് ബിൽഡിംഗ്, ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് ആണ് അല്ലെ. അപ്രിസിയേഷൻ ആണ്, പോസിറ്റീവ് 10%. സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 4,000. സ്റ്റോക്ക് കുറഞ്ഞു, റിഡക്ഷൻ 4,000. നെഗറ്റീവ്. A provision for debtor doubt is created at 5%. ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ പ്രൊവിഷൻ ഉണ്ടാവുക, കിട്ടാകടം കൂടുക എന്നുള്ളത് എന്താണ്, നെഗറ്റീവ് ആണ്. നെക്സ്റ്റ്, creditors were unrecorded to the extent of 1,000. creditors were unrecorded, അതായത് ലയബിലിറ്റി കുറഞ്ഞു, 1,000 rupees എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ ആകെ റീവാലുവേഷനിൽ ചെയ്യാനുള്ളത് എത്ര എണ്ണുള്ളൂ, 1 2 3 4 5 5 ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കാനുള്ളൂ. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് എഴുതേണ്ടത്, ഈ ഒരു എമൗണ്ട് ആണോ അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ആണോ, എന്താണോ മാറ്റം. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു സ്റ്റോക്ക് 40,000 ആണ് അല്ലെ. റെഡ്യൂസ്ഡ് ബൈ 4,000 എന്ന് പറയുമ്പോൾ എത്രയാണോ കുറഞ്ഞത് ആ 4,000 ആണ് എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. നമുക്ക് റെഡി ആക്കി തരാം. ഫസ്റ്റ് എന്താണ്, പ്ലാന്റ് ഈസ് അപ്രിസിയേറ്റഡ് ടു 1,20,000. പ്ലാന്റിന്റെ ഇപ്പത്തെ റേറ്റ് എത്രയാണ്, 1 lakh ആണ്. ഇതെന്തായി, 1,20,000 ആയി. എന്തായി, 1,20,000. ഞാൻ പറഞ്ഞ എല്ലാ പോസിറ്റീവും ഇവിടെ അല്ല നെഗറ്റീവും. പ്ലാന്റ് കൂടി എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. എത്ര വെച്ചിട്ടാണ് കൂടിയത്, 1 lakh ഉള്ളത് 1,20,000 ആയി. അപ്പൊ എത്രയാണ്, 20,000. എത്രയാണോ കൂടിയത് അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. സോ 1,20,000 നമ്മൾ എവിടേക്കാണ് എടുക്കുക, ബാലൻസ് ഷീറ്റിലേക്കാണ്. 1 lakh ഇനി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നെക്സ്റ്റ് ഇതെടുത്തു. നെക്സ്റ്റ് എന്താ, വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിംഗ് അപ്രിസിയേഷൻ എന്താണ്, പോസിറ്റീവ് ആണ് അല്ലെ. എത്ര പെർസെന്റേജ് ആ, 10%. ദാറ്റ് ഈസ് 1,50,000 into 10/100. 10% എന്നല്ലേ, യെസ് 10%. എത്രയാണ്, 15,000 എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി. ഇനി ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ 1,50,000 പ്ലസ് 15,000 ആഡ് ചെയ്ത എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 4,000. അതെന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. സ്റ്റോക്ക് എന്താണ്, നെഗറ്റീവ് ആണ് വന്നത്. എത്ര വെച്ചിട്ട് നമ്മൾ നേരെ 4,000 ചെയ്ത, എന്തുകൊണ്ടാണ്, ഇവിടെ തന്നിട്ടുണ്ട് റെഡ്യൂസ്ഡ് ബൈ 4,000 ആയിട്ട് കുറഞ്ഞു. 4,000 ആയിട്ട് കുറഞ്ഞു, 4,000 വെച്ച് കുറഞ്ഞു. അപ്പൊ ആ 4,000 ആണ് എന്ത് ചെയ്തേണ്ടത്, അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ക്രിയേറ്റഡ് അറ്റ് 5%. ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ ഒരു പ്രൊവിഷൻ കൊടുത്തു, അതെന്താണ്, ലയബിലിറ്റി ആണ് അല്ലെ. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ എത്ര വരുന്നത്, 60,000 ആണ്. സോ 60,000 into എത്ര കൊടുത്തത് നമ്മൾ, ഡെപ്രിസിയേഷൻ 5/100 വരും. സോ
the amount is 3000. Yes, 3000 ആണ് എന്ത് കൊടുത്തത്, പ്രൊവിഷൻ നമ്മൾ ഇവിടെ കൊടുത്തത്. നെക്സ്റ്റ് എന്താ വരുന്നത്, പ്രൊവിഷൻ കൊടുത്തു, സ്റ്റോക്ക് കൊടുത്തു. നെക്സ്റ്റ് യെസ് ക്രെഡിറ്റേഴ്സ് were unrecorded to the extent of 1000. Creditors were unrecorded to the extent of 1000. Creditors unrecorded liability ആണ് കേട്ടോ, ഇത് unrecorded liability ആണ്. നേരത്തെ വായിച്ചില്ല, unrecorded liability എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. സോ ക്രെഡിറ്റേഴ്സ് എത്ര unrecorded liability ഉള്ളത്, ക്രെഡിറ്റേഴ്സിൻ്റെത് 1000. ഇത്രയും ഐറ്റംസ് മാത്രമല്ലേ ഉള്ളൂ, ഡിഫറൻസ് ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ടാലി ചെയ്യാം. ഇവിടെ എത്ര വരുന്നത്, 20 കണ്ടാൽ തന്നെ അറിയാം, ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, ദാറ്റ് ഈസ് 35,000 വരുന്നുണ്ട് ഇവിടെ ഒരു എമൗണ്ട്. ഇവിടെ എത്ര വരുന്നത്, 35,000 തന്നെ വരണം. ബാലൻസ് എത്ര ഉണ്ടാവും, 27,000. ഈ 27,000 ആർക്ക് അവകാശപ്പെട്ടതാ, 27,000 ഈസ് ഫോർ എ and B. എക്കും ബിക്കും അവകാശപ്പെട്ടതാ. In which ratio, the old ratio. So what is the ratio, 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എ ഷെയർ റേഷ്യോ, ഷെയറിംഗ് റേഷ്യോ നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. 19,000, നെക്സ്റ്റ് 8,000, ബിക്ക് 8,000, 27,000 ഡിവൈഡ്. ദിസ് ഇസ് ഹൗ യു പ്രിപ്പയർ ദ റീവാലുവേഷൻ അക്കൗണ്ട്. ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും ദിസ് ഇസ് ദ പ്രോഫിറ്റ്, ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഇറ്റ് ഇസ് ദ ലോസ്. അപ്പൊ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച്.